പൗരന്മാരെ സാധാരണ നിയമങ്ങൾ വെറും 10 രൂപ. 2 വീലറിൽ പോകുമ്പോൾ കുട പിടിക്കാമോ? ബസ്സിൽ വെച്ച് മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ ബസ് നിർത്താൻ ആവശ്യപ്പെടാമോ? ഇങ്ങനെ ഒത്തിരി നിയമങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിന്റെ ആദ്യ ജനനം മുതൽ അവസാനത്തെ മരണം വരെ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി നിയമങ്ങൾ. വെറും 10 രൂപ. വാങ്ങിക്കൂ, വായിക്കൂ. അതെ 10 രൂപ. 10 രൂപ ഇനി ആർക്കാ വേണ്ടത്? 10 രൂപ. അയ്യോ, ഇതാര്? വക്കാലത്ത് നാരായണകുട്ടി സാറോ? സാറിനെത്തിനാ സാറേ ഈ പുസ്തകം? കൊല്ലം നടത്തിയ സൂചി വിൽക്കോ സാറേ? ഭരണഘടന മുതൽ ട്രാഫിക് നിയമം വരെ സാറിന് ബൈഹാട്ടല്ലേ? ബോബി, ക്യാപ്റ്റൻ ബോബി. സാറേ കത്തി, ലൈറ്റ് പച്ച കത്തി. സാറേ എന്നെ അപ്പുറത്തോട്ടൊന്ന് ആക്കിക്കാം. ആവശ്യം അറിഞ്ഞിരിക്കേണ്ട നിയമം. അല്ല സാറ് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും പോവാണോ അതോ ഈ സിനിമയിലെ ഡമ്മി പോലീസാണോ? എന്താ? ഒന്നുമല്ല സാറ് ഒറിജിനൽ ട്രാഫിക് പോലീസ് തന്നെയാണോ അറിയാൻ വേണ്ടി ചോദിച്ചതാ. താനെന്നെ കളിയാക്കിയതൊന്നും അല്ല സാറേ. ആ ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നത്? ബ്രാൻഡി ഷാപ്പെന്നോ മൂത്രപ്പെരാന്നൊന്നും അല്ലല്ലോ. എന്താ സാറേ ബോർഡൊന്ന് വായിക്കണം സാറേ. നോ പാർക്കിംഗ്. സാറിന് അതിന്റെ അർത്ഥം മനസ്സിലായോ? ഇവിടെ വാഹനങ്ങളൊന്നും നിർത്തിയിടാൻ പറ്റില്ല എന്നാണ് എന്റെ അർത്ഥം. പാവ ഇംഗ്ലീഷ് അറിയത്തില്ല സാറേ. താനെന്നെ പഠിപ്പിക്കണ്ട. സാർ ചൂടാവല്ലേ? ഈ കിടക്കണ സാധനം എന്താ? സാൻഡ്രോ. അതെന്താ ഒരു വാഹനല്ലേ? കേസ് ചാർജ് ചെയ്യണം സാറേ. സാറിന്റെ മൂക്കിന്റെ താഴെ ഇങ്ങനെ ഒരു തോന്നിവാസം നടക്കുമ്പോ നോക്കിക്ക. കൺട്രോൾ റൂമിലേക്ക് വിളിക്കണം സാർ. എന്നിട്ട് ആ ക്ലാപ്പ് കൊടുക്കുന്നത് പൊക്കിയെടുത്തോണ്ട് പോകാൻ പറയണം. കഷ്ടം. ഒരു നിയമപാലകന്റെ കൺമുമ്പിൽ വെച്ച് നിയമം ലംഘിക്കപ്പെടുന്നു. നമ്മുടെ നാടിന്റെ ശാപം. വില 10 രൂപ. നാട്ടുകാരുടെ വിവരക്കേട്, അധികാരികൾ ഉണ്ടാക്കുന്ന ഗതികേടാ. ഇത് ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട സാറേ. നോക്കി നിൽക്കാതെ ഇത് പൊക്കിയെടുത്തോണ്ട് പോണം സാറേ. സാർ ആർക്കിട്ടെ സലാം വെക്കുന്നത്? സാർ ഡിജിപിയുടെ മോളാ. എങ്ങനെ ഡിജിപി കുര്യൻ സാറിന്റെ മോളാ. എങ്കിലും ഇവരെ സാറൊന്ന് നേരത്തെ പറയണ്ടേ? സോറിട്ടോ, ആളെ മനസ്സിലായില്ല. നോ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തതിനെ ചൊല്ലി ഞാനും മൂപ്പര് തമ്മിൽ ഒരു കശപിശ നടക്കുകയായിരുന്നു. മൂപ്പരുടെ കാല് കൂട്ടിയിരിക്കുന്നത് കണ്ടാ തിരിഞ്ഞു നോക്കിയത്. നോക്കിയപ്പോ മഹാറാണി. തമ്പുരാട്ടി തിരുവിതാംകൂർ കോലത്തുനിന്നാണോ തൃപ്പൂണിത്തുറ പാലസിനാണോ അതോ നിലമ്പൂർ കൊട്ടാരത്തിനാണോ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിച്ചതാ. ഓ വേണ്ട വേണ്ടത് സാറേ. ഡിജിപിയുടെ മുൾക്കുന്ന നിയമം വേറെയാണോ സാറേ? കേസ് ചാർജിന് വണ്ടി പിടിച്ചെടുത്ത പെണ്ണിനെ തൂക്കി അകത്തണം സാറേ. ഞാൻ എന്ത് ചെയ്യാനാണ് സാർ? ഡിജിപിയുടെ മോൾക്കെതിരെ കേസ് ചാർജ് ചെയ്താൽ സാറിന് അട്ടപ്പാടിലേക്ക് സ്ഥലം മാറ്റി. ഇനിയിപ്പോ സാർ അങ്ങനെ ചെയ്തില്ല വെച്ചാൽ സാറിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. ഏത് വേണം സാർ എന്നെ തീരുമാനിച്ചു. സാർ ഇതൊന്ന് വായിച്ച് പഠിക്കും. ഇടിക്ക് സാർ. ഒരു മിനിറ്റ്. എല്ലാ പാർട്ടി ഒരുമിച്ചാണല്ലോ. ഇന്ന് എന്തിനെതിരെ സമരം? മദ്യത്തിനെതിരെ. വൈകുന്നേരം വരെ തൊള്ള പറഞ്ഞാൽ എന്നാ കിട്ടും? ഊറടിക്കാനുള്ള ചിക്കലി. വരണം. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് സ്വാഗതം. ഇരിക്കണം. പ്ലീസ് വിസിറ്റ്. സർക്കിൾ ഇൻസ്പെക്ടർ. ഓ, ഇവിടെ നിന്ന് പോയല്ലോ. സബ് ഇൻസ്പെക്ടർ ചന്ദ്രൻ സാർ. എന്തിനാണാവോ അടിയനെ വിളിപ്പിച്ചത്? നന്ദി പറയാൻ. സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന എന്നെ സബ് ഇൻസ്പെക്ടർ ആയിട്ട് ഉദ്യോഗ കയറ്റം വാങ്ങി തന്നതിന് ശേഷം നേരിട്ട് വന്നൊരു നന്ദി പോലും പറയാൻ പറ്റിയില്ല. വക്കാലത്ത് താങ്ക്സ് ഉണ്ടാ. നിന്നോട് എനിക്ക് തീരാത്ത കടപ്പാടുണ്ടാ. ഔദ്യോഗിക കൃത്യനിർവഹണം എന്താണെന്ന് പഠിപ്പിച്ചു. അബ്കാരി കോൺട്രാക്ട് തന്നുകൊണ്ടിരുന്ന പാരിതോഷികം വാങ്ങിച്ചതിന് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞ് വിജിലൻസിനെ കൊണ്ട് പിടിപ്പിച്ചു. കൊച്ചുകൊള്ളി. അനധികൃത സ്വത്ത് സമ്പാദിച്ചതിന് ആദായ നികുതി വകുപ്പിൽ പരാതി അടപ്പിച്ചു. എന്നിൽ ജനസേവനം, ദേശീയബോധം, പൗരധർമ്മം, നീതിസാരം, സാമൂഹ്യ നന്മ, പ്രതിബദ്ധത ഒക്കെ ഉണ്ടാക്കി തന്നില്ലേ? നീ ഇതെനിക്ക് പണ്ടേ പഠിപ്പിച്ചു തന്നിരുന്നതിൽ കോമ്പോസിഷനിൽ 10ൽ 11 മാർക്ക് വാങ്ങിച്ചല്ലടാ. വൈകിട്ടാണെങ്കിലും പഠിപ്പിച്ചു തന്നതിൽ നന്ദിണ്ടാ. കാലത്തെ അത് കറക്റ്റ്. മനുഷ്യനല്ലാണ്ടാക്കി നീ എന്നെ. ഞാനിപ്പോ ഒരു ഡ്രാക്കുള. നിന്റെ ചോര കുടിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ട് സ്ഥലമാറ്റം വാങ്ങി വന്നേക്കണേ. ഇത് തിരുവനന്തപുരം തലസ്ഥാനം. ഇവിടെ സ്ഥാനത്ത് കാണണമെങ്കിൽ തലപ്പത്തിരിക്കുന്നവരുടെ മുമ്പിൽ തല കുനിച്ചേ പറ്റൂ. നിന്റെ നിയമം ഇവിടുത്തെ യമകിങ്കരന്മാരുടെ മുമ്പിൽ വില പോവില്ല കുട്ടി. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? അല്ല, ഉടുപ്പി ഹോട്ടല്. നീ അവർക്കെതിരെ പ്രതികരിക്കാന്ന് വിചാരിക്കുമ്പോഴേക്കും നിന്നെ പ്രതിക്കൂട്ടിൽ നിർത്തി കഴിച്ച് ചാമ്പലാക്കും.
പട്ടാപകല് പത്മതീർത്ഥത്തിൽ നിന്നെ മുക്കിക്കൊന്നാലും കൈ കെട്ടി നോക്കി നിൽക്കോടാ. ഞങ്ങളുടെ നാട്ടില് പ്രസംഗം നിർത്തിക്കാനും കൈയടിക്കാറുണ്ട്. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. അതാണ് അതിന്റെ ശരി. നീ നിന്റെ പണി മര്യാദയ്ക്ക് എടുത്തോ, പോലീസുകാരുടെ പണി അവരെടുത്തോളും. ആ DGP കുര്യൻ സാറിന്റെ മകൾക്കെതിരെ ട്രാഫിക് നിയമ ലംഘനത്തിന് കേസ് ചാർജ് ചെയ്യണോ വേണ്ടേന്ന് ഞങ്ങള് തീരുമാനിക്കും. ഇത് പോലീസ് മാമിന്റെ പണിയാ. അതെയാ, അത് ശരിയാ. നിങ്ങളൊക്കെ വല്യങ്ങത്തിന്റെ പണിക്കാരാണല്ലോ. ടു സെർവ് പീപ്പിൾ ആൻഡ് പ്രൊട്ടക്ട് ലോ എന്ന് നാട് നില എഴുതി വെച്ചോട് മാത്രമായില്ല സാറേ. പോലീസുകാരെ എന്നെ നിയമം തെറ്റിച്ച അത് നിസ്സാരമായി തള്ളിക്കളയാൻ നാരായണൻകുട്ടിക്ക് ആവില്ല. ഇതേ സ്വാതന്ത്ര്യം കിട്ടിയ നാടാ. ഓ, ഒന്ന് പതുക്കെ. ശവം. അങ്ങാടി തോറ്റൻ അമ്മയുടെ നെഞ്ചത്ത്. കുക്കു, അല്ലേലും നിനക്ക് ഇത്തിരി സ്വാതന്ത്ര്യം കൂടുന്നുണ്ട്. ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ് മമ്മി. അതിലാരും ഇന്റർഫിയർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. മർഡർ കേസ് ഒന്നല്ലോ, സില്ലി ട്രാഫിക് ലോ. മതി, 100,000 ആരോപണങ്ങളാണ് നിന്റെ അപ്പന്റെ പേരിൽ, അപ്പോഴാ മകളുടെ പേരിലും. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് മമ്മി. വെറുതെ അപ്സെറ്റ് ആവല്ലേ. ആരാടാ തെണ്ടി DGPയുടെ മോളോട് കളിക്കാൻ? പക്കാലത്ത് നാരായണൻകുട്ടി. ഓ, സർക്കിളായിരുന്നു നിന്നെ ഡീപ്രൊമോട്ട് ചെയ്ത് സബ് ഇൻസ്പെക്ടർ ആക്കിയ മിടുക്കൻ. അന്ന് ആ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ ആറന്മുള കണ്ണാടി വരെ പൊതിഞ്ഞോണ്ട് വന്നവനാ നീ. എന്നിട്ടിപ്പോ അവനെ എന്റെ കയ്യിൽ കിട്ടും. പിന്നെ എന്റെ മോടെ നേരെ വിരളി ഊണ്ടിയവന്റെ പേര് കേൾക്കുമ്പോ നെഞ്ചിടിക്കുന്നത് ഇവിടെ കേക്കാം. ഓ, മിന്നലിന്റെ കൂടെ ഇടിയും വേണമല്ലോ അല്ലേ? മിന്നൽ ചന്ദ്ര. സൈനഡ സാർ സാധനം. നിയമം തെറ്റിക്കുന്നവർ ആ പേര് ഉച്ചരിച്ചാൽ അപ്പ കാഞ്ഞു പോവും. വളരെ സൂക്ഷിച്ചു വേണം സാർ അവനെ കൈകാര്യം ചെയ്യാൻ. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ചെയ്താൽ എസ്റ്റിമേറ്റ് തണ്ടാകും. ഞാനാ ഇടിവെട്ട് ഏറ്റ് പൊള്ളിയവനാ. എന്റെ സ്വഭാവം വെച്ച് ഞാൻ അവനെ നുള്ളാതെ വിട്ടത്. എന്തെങ്കിലും ചെയ്ത സാറിനത് പൊള്ളലേൽക്കുന്ന ഉറപ്പാ. ഇത്തിരി പൊള്ളിയാ പിന്നെ അത് കത്തി ചാമ്പലായെന്ന് പത്രക്കാരെഴുതും. അവർക്കിപ്പോ വക്കാലത്തിന്റെ വാക്കാ വേദാന്തം. അവനൊന്ന് എന്താണോ ഇത് വൃത്തികേട്? തുമ്മ്യാ മതി, കൊടുങ്കാറ്റാണെന്ന് പത്രക്കാരെഴുതും. അവൻ തുമ്മിയാലല്ലേ അവന്റെ ജലദോഷം നമുക്ക് മാറ്റിക്കൊടുക്കാടോ. മരുന്നുണ്ട്, ഒറ്റമൂലി. താന് ആ അയ്യരെന്ന് വിളിക്കും. അതെ അതെ, ആണോ മിസ്റ്റർ കുറി? ഒരു കാര്യം ചെയ്യൂ, ഒരു ലേണേഴ്സ് ലൈസൻസ് സംഘടിപ്പിക്കൂ, ബാക്ക് ഡേറ്റഡ്. എന്നിട്ട് കാറിൽ ഒരു എൽ ബോർഡും തൂക്കൂ. കേസ് ചാർജ് ചെയ്യട്ടെ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. സരി സരി. നാൻസി, ആ മാത്യു, അല്ലെങ്കിൽ വേണ്ട നാരായണൻകുട്ടിയുടെ ഫ്രണ്ട് അല്ലേ, ആ അബ്ദുള്ള വക്കീലിനെ ക്യാബിലോട്ടൊന്ന് വരാൻ പറയൂ. പോകാം. എന്താ? അല്ല, വേറൊന്നുമില്ല. പിന്നെന്താ? കേസ് ചാർജ് ചെയ്തിരിക്കുന്ന പോലീസുകാരെ തന്നെ സാക്ഷിയാക്കിയാൽ ഭാവിയിൽ എനിക്ക് വല്ല പാരയും വരുമോ? നാരായണൻകുട്ടിയെ കോടതി പോണതിന് മുമ്പേ വക്കീലിന്റെ അരയിൽ ജപിച്ചൊരു ചരട് കെട്ടണം. അതെന്തിനാ? പേടിച്ചാലോ പോലീസിനെ കണ്ടിട്ടേ. ട്രാഫിക് പോലീസിനെ ആര് പേടിക്കാനാ? പിന്നെന്താ, DGP അങ്ങ് നിന്റെ മോളെയാണോ പേടി? ഏയ്, അവള് മുട്ടയെന്ന് വിരിഞ്ഞതല്ലേ ഉള്ളൂ. വേണ്ട വേണ്ട, അതത്ര നിസ്സാരായി കാണുമൊന്നും വേണ്ട. വിളഞ്ഞ വിത്ത. അവൾക്ക് വേണ്ടി കേസ് വാദിക്കുന്ന ആരാ? 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 അഡ്വക്കേറ്റ് അബ്ദുള്ളയാ. വാ, നീ വാ. ഈ കേസ് തോറ്റ പറഞ്ഞില്ലാന്ന് വേണ്ട, വക്കീലെ നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. സ്റ്റാച്യുവിൽ മേപ്പിടി ജംഗ്ഷന്റെ 8 മീറ്റർ വടക്കോട്ട് മാറി ഒരു ട്രാഫിക് സിഗ്നൽ പോസ്റ്റ് ഉണ്ടോ? ഉണ്ട് സാർ. എപ്പോഴാണ് അത് അവിടെ സ്ഥാപിച്ചത്? 1.5 വർഷത്തിലേറെ ഉണ്ടോ? എത്ര മഴ കൊണ്ടു? അല്ല, കഴിഞ്ഞ പോലെ റെക്കോർഡ് അങ്ങോട്ട് ചോദിക്കണ്ട. എന്ത് ബോർഡാണത്? സിഗ്നൽ ബോർഡ്, നോ പാർക്കിംഗ്. എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്? തകരം കൊണ്ട്. മഴ കൊണ്ടാൽ തകരം തുരുപിടിക്കില്ലേ? തീർച്ചയായും. 3 mm ഗേജുള്ള തകരം കൊണ്ടുണ്ടാക്കിയ ബോർഡ് 2335 mm മഴ കൊണ്ട് തുരുമ്പിച്ചു. തീരപ്രദേശത്ത് ഉപ്പുരസമുള്ള കാറ്റടിക്കുന്ന അന്തരീക്ഷം കൂടിയാണെന്ന് ബഹുമാനപ്പെട്ട കോടതി നോട്ട് ചെയ്യണം. നോ പാർക്കിംഗ് ബോർഡ് തുരുമ്പിനാൽ പെയിന്റ് ഇളകി. നോ പാർക്കിംഗ് ബോർഡിൽ കാലക്രമേണ എന്നില്ലാതാവുകയും പിന്നീട് ഓ ഇല്ലാതാവുകയും വായിക്കാൻ അറിയാവുന്ന, വായിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള സൽഗുണ സമ്പന്നയായ നിയമ വിദ്യാർത്ഥിനിയായ കുക്കു കുര്യൻ കൃത്യവിലോപം നടന്നുവെന്ന് ആരോപിക്കുന്ന ദിവസം ഈ ട്രാഫിക് ബോർഡ് വായിച്ച് അവിടെ കാർ പാർക്ക് ചെയ്യാമെന്ന് കരുതി പാർക്ക് ചെയ്തു. അതിനിപ്പെന്താ? പോലീസുകാരോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി അവരുടെ കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ കോടതിയിൽ കയറ്റി നിർത്തി തേജോവധം ചെയ്യുന്നത് ചിലരുടെ ദുസ്വഭാവമാണ്, യുവർ ഓണർ. പ്രതി കുറ്റക്കാരിയല്ലെന്ന് ബോധ്യപ്പെട്ട് വെറുതെ വിടണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. മാത്യു കേറട്ടെ. കുട്ടിക്ക് ഇടവും വലവും തിരിച്ചറിയാം. അറിയാം.
സൈൻ ബോർഡ് ഇടത് ഭാഗത്തോ വലത് ഭാഗത്തോ? വലത് ഭാഗത്ത്. അത് സ്റ്റാച്യുവിൽ നിന്നും പാളയത്തേക്ക് പോകുമ്പോ തിരിച്ചു വരുമ്പോ ഏത് ഭാഗത്താണ്? ഇടത് ഭാഗത്ത്. അപ്പൊ ഇടവും വലവും പോക്ക് എങ്ങോട്ടാണോ അങ്ങനെ ഇരിക്കും. ഇടത് വലതാവും, വലത് ഇടതാവും. ശരിയല്ലേ? ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാ ഇദ്ദേഹം ചോദിക്കുന്നത്. യുവർ ഓണർ, വണ്ടി ഓടിക്കാൻ പഠിക്കുന്നവർ ലെഫ്റ്റും റൈറ്റും റോങ് സൈഡും എല്ലാം അറിഞ്ഞിരിക്കണം. ഇത്തരം ചോദ്യങ്ങൾ പ്രതി ബുദ്ധിയുള്ളവളാണെന്ന് സ്ഥാപിക്കാനാണ്. അല്ല മറിച്ച് പ്രതി മന്ദബുദ്ധിയാണെങ്കിൽ വെറുതെ വിടാമല്ലോ. ഇദ്ദേഹം എന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. യു മീൻ ഇൻസൾട്ടിംഗ്? യെസ്. എന്ന് പറഞ്ഞില്ലല്ലോ. മലയാളത്തിന് ട്യൂഷൻ കൊടുക്കണം. മലയാളത്തിൽ ഒരു വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അവധി നോ പാർക്കിംഗ് ബോർഡ് പാർക്കിംഗ് എന്ന് വായിച്ചു. അതെ. അല്ലാതെ പാർക്കിംഗ് എന്ന ബോർഡ് അല്ല വായിച്ചത്. ആ ബോർഡിൽ നോ ഇല്ലായിരുന്നു. പകരം കാർ എന്ന് എഴുതി വെച്ചിരുന്നു. കാർ പാർക്കിംഗ് നോ. നോ എന്ന് എഴുതി വെച്ചിരുന്നു അല്ലേ? ഐ മീൻ എന്നോ. നിങ്ങൾ കാർ റോങ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്നപ്പോഴുള്ള സമയത്തല്ല എന്നോ ആ ബോർഡിൽ എന്നോ എന്ന് എഴുതി വെച്ചിരുന്നോ എന്നോ? അതാണ് ചോദ്യം. ഇവൻ എന്നതാ പറഞ്ഞോണ്ടിരിക്കുന്നത്? No, I don't know. എന്നോ? He's confusing me. ഇനി കുറെ കാലം കഴിയുമ്പോ ആ ബോർഡ് തുരുമ്പിച്ച് നോ ഇല്ലാതായതുപോലെ പാർ പോയി കിട്ടിയാൽ ഇങ്ങൊന്ന് വായിക്കൂ. വായിക്കും. അപ്പോൾ നിങ്ങൾ വണ്ടിയുമായി അവിടെ വന്നെന്നിരിക്കട്ടെ, അവിടെ പാർക്ക് ചെയ്യൂ. ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ബുദ്ധി ഉരച്ചു നോക്കി സമയം കളയരുത്. ഈ പ്രതിയെ വെറുതെ വിടണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പറ്റില്ല. അത് കുക്കു മന്ദബുദ്ധിയാണെന്ന് സ്ഥാപിക്കാനുള്ള പ്രതിഭാഗം വക്കീലിന്റെ അടവാണ്. അതുകൊണ്ട് പ്രതി കുറ്റക്കാരിയാണെന്ന് വിധിച്ചുത്തരവുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രതി ഒരു നിയമ വിദ്യാർത്ഥിനി കൂടിയാണെന്നുള്ളത് കണക്കിലെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. വെരി ഗുഡ്. കേസിന്റെ എല്ലാ വാദമുഖങ്ങളും കേട്ട് കോടതി ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തുന്നു. പ്രതിയെ കോടതി പിരിയുന്നതുവരെ വെറും തടവിന് വിധിച്ചിരിക്കുന്നു. കോടതി സമയം തീരുന്നത് വരെ അവൾ ഇവിടെ ഇരിക്കണം. തീർന്നു. DGPയുടെ മോളെ, ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ്, കോടതി നിന്നെ വെറുതെ വിട്ടില്ലല്ലോ. ട്രാഫിക് നിയമം ലംഘിച്ച നിയമ വിദ്യാർത്ഥിനിക്ക് മാതൃകാപരമായ ശിക്ഷ. DGPയുടെ മകൾ കുക്കു കുര്യന്റെ ട്രാഫിക് കേസിൽ വക്കാലത്ത് നാരായണൻകുട്ടിയെ കോടതി പ്രത്യേകം അഭിനന്ദിച്ചപ്പോൾ പോലീസിന്റെ അനാസ്ഥയെ വിമർശിച്ചു. കൺഗ്രാറ്റുലേഷൻസ് മാത്യു, യു ഹാവ് പ്രൂവ്ഡ് ഇറ്റ്. DGP നിന്നെ ശരിക്കും നോട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ലതിനാണ്. താങ്ക് യു സർ. ഇതിന്റെ പിന്നിൽ വക്കാലത്ത് നാരായണൻകുട്ടിയുടെ ബുദ്ധിയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തോറ്റത് അബ്ദുള്ള മാത്രമല്ല, ഇൻഡയറക്റ്റ് ആയി നിങ്ങൾ ഈ അയ്യറയാണ് മുട്ടുകുത്തിച്ചത്. ഓ ഗുഡ്. നിങ്ങളുടെ ജയത്ത് യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. നല്ല തുടക്കം. ആ സെക്രട്ടേറിയറ്റ് ഇഷ്യൂ മാത്യു ഹർജി തയ്യാറാക്കിയിട്ടുണ്ട്. അയ്യർ സാർ നോക്കണം. ഹർജിയാ? സെക്രട്ടേറിയറ്റ് കേസാണ്, അങ്ങ് ഏറ്റെടുത്തോണേ. എന്റെ പൊന്നു മോളെ. എന്ത് പറ്റി? ഇവക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഡിലേറ്റ് പെർഫോമൻസ് ഇസ് നോൺ പെർഫോമൻസ്. വാ നമുക്ക് ഓട്ടം പിടിച്ചു പോവാം. ആവശ്യത്തിന് ഒരു ഒറ്റ ഓട്ടോ കാണത്തില്ല, അല്ലെങ്കിൽ കാലിന്റെ അല്ല കക്ഷത്തിന്റെ ഇടയിൽ കൂടെ കയറി പോകും. DGPയുടെ മകളല്ലേ? കുക്കു. ലോ കോളേജിൽ പഠിക്കുന്ന DGPയുടെ മകളായ കുക്കു എന്ന പെൺകുട്ടി ട്രാഫിക് നിയമം ലംഘിച്ചതിന് ശിക്ഷിക്കപ്പെട്ട വകയിൽ മുൻ വ്യക്തിവൈരാഗ്യം വെച്ചുകൊണ്ട് ടി നാരായണൻകുട്ടി വഞ്ചിയൂർ കോടതിക്ക് പോകാൻ വേണ്ടി റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ടിയാനെയും ആ കേസ് ബാധിച്ച് അയച്ച വക്കീലിനെയും മനഃപൂർവ്വം വണ്ടി കയറ്റി കൊല്ലാൻ ശ്രമിക്കുകയും ഒന്നുകൂടി കോടതി കയറ്റാം. അങ്ങനെയാണെങ്കിൽ അവളെ അല്ല, ആദ്യം കോർപ്പറേഷനാണ് കേട്ടേണ്ടത്. നികുതി കൊടുക്കുന്ന റോഡാ, കുണ്ടും കുഴിയും കണ്ടില്ലേ? അങ്ങനെയാണെങ്കിൽ കോർപ്പറേഷനെതിരെ ടി നാരായണൻകുട്ടി ആദ്യം സെക്രട്ടേറിയറ്റ് കേസ് ഒന്ന് ശരിയാക്കാം. ഹലോ ഹലോ, പ്ലീസ് പ്ലീസ്, ഓട്ടോ. എങ്ങോട്ടാ? വഞ്ചിയൂര്. പറ്റില്ല. പറ്റില്ലെന്നോ? പിന്നെന്തിനാ 4 ഹെയർ ബോർഡും വെച്ച് വണ്ടി ഓടിക്കുന്നത്? സാറിനെ നിയമം പഠിപ്പിക്കണം. നമുക്ക് വേറെ വണ്ടി പോവാം. ഇവൻ കച്ചട. അവൻ ആരോ എന്തോ ആയിക്കോട്ടെ. 4 ഹയർ എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് അർത്ഥം.
ഈ വണ്ടി വാടകയ്ക്ക് ഓടുന്നതാണോ മൂപ്പരിന്റെ ഡ്രൈവറാണോ? നമ്മൾ പറഞ്ഞ സ്ഥലത്ത് പോയിരിക്കണം. ട്രാഫിക് നിയമം മാറ്റി വണ്ടി കയറ്. വണ്ടി വിടറോ വഞ്ചൂർ കോടതിക്ക്. മീറ്റർ ചക്ക. ചീഫ് മിനിസ്റ്റർ പബ്ലിക് സർവന്റ് ആണെന്ന് സുപ്രീം കോടതി ഡിസിഷൻസ് ഉണ്ടല്ലോ. എം കരുണാനിധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ സൈറ്റേഷൻ AR 1979 SC 898. അതേപോലെ വേറൊരു കേസില് ദ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് രാംദാസ് ശ്രീനിവാസ് നായിക്. എക്സാക്ട്ലി. ഈ ജഡ്ജ്മെന്റ് നമ്മുടെ സെക്രട്ടേറിയറ്റ് കേസ് റെഫർ ചെയ്താൽ നമ്മൾ ജയിക്കും ഷുവർ. ജയിക്കണോ അയ്യർ സാറേ? ഈ ഉദ്യോഗസ്ഥന്മാരും പബ്ലിക് സർവൻസ് അല്ലേ, അവർക്ക് ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്. ഈ പാവം ജനങ്ങൾ സർക്കാരിന്റെ ഖജനാവിലേക്ക് അടയ്ക്കുന്ന നികുതിയല്ലേ ഇവരുടെയൊക്കെ അന്നം. അതുകൊണ്ട് നമ്മൾ ജയിച്ചേ പറ്റൂ. ഒന്ന് വന്നേ ഞാൻ കാത്തിരിക്കുന്നു. എന്തിന്? ഞാൻ പറഞ്ഞില്ലല്ലോ. ഓ, ഇനിയിപ്പം വെയിറ്റിംഗ് ചാർജിന്റെ പേരിൽ കശവശി ഉണ്ടാക്കാനാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. നിയമം പറഞ്ഞു വണ്ടി കയറി മീറ്റർ ഇട്ട് വണ്ടി എടുക്കാൻ പറഞ്ഞ കക്ഷി വക്കാലത്ത് നാരായണൻകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. വണ്ടി കയറും. ഇയാള് വെള്ളടിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്താ കൊണ്ട് ഇടിക്കൊന്ന് പേടിയുണ്ടോ? ജീവിച്ച് കൊതി തീർന്നിട്ടില്ലല്ലേ? പിടിച്ചേ. അങ്ങനെ കുറെ കാലം ജീവിച്ചിരിക്കണമെന്ന് ഒരാഗ്രഹമില്ല മക്കളെ. നീ മീറ്റർ ഇടാ. ഇടാം. എനിക്കും കുറച്ച് പറയാനുണ്ട്. നിയമം സംരക്ഷിക്കാൻ മൊത്തം ജീവിതം തീരെഴുതി കൊടുക്കാൻ തീരുമാനിച്ചു. ഒരപേക്ഷയുണ്ട്. ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി ചോര വേർപ്പാക്കുന്ന പാവങ്ങളെ നാരായണൻകുട്ടി ഇരയാക്കുക. മേല് വേർക്കാതെ പാവങ്ങളെ ചോര ചീറ്റിക്കളിച്ച് സ്വന്തം കാര്യം നേടുന്ന കപട രാഷ്ട്രീയക്കാരുടെ മുഖം മൂടി പിച്ചി ചീന്തണം നിയമത്തിന്റെ വാളുകൊണ്ട്. ഒരുപാട് തൂത്തുവരാനുണ്ട്. ജനനം മുതൽ മരണം വരെ നിയമമനുസരിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരും നിയമലംഘനം ഒരു ജന്മാവകാശമായി കരുതി ജീവിതം തന്നെ ഒരു ആഘോഷമായി കൊണ്ടാടുന്നവരും ഒരേ നാട്ടിൽ. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്.